ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു തോരനാണ്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. മറ്റൊന്നുമല്ല, ചിക്കൻ കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ, കോഴിത്തോരൻ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വളരെ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ. ഒരു 250 ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, അതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കാം. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ അരപ്പെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 10-15 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു പാനിലേക്ക്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങ് ഓവർ കുക്ക്ഡ് ആവണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എന്താ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് അമർത്തി നോക്കി ആ കഷ്ണമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും കൂടെ ഒന്ന് വഴന്ന് കിട്ടണം. കുറച്ച് സമയം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാളയൊന്ന് വഴന്ന് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സവാളയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി വരണം, കുറച്ചൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ അരപ്പൊക്കെ ഒന്ന് ആ ചിക്കനിലൊന്ന് പിടിക്കണം. അപ്പോൾ അതുവരെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ അരപ്പൊക്കെ അതിലൊന്ന് പിടിച്ച് ആ ഫ്ലേവറൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കും. ഈ സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇവിടെ ഒരുപാട് വേവേണ്ട കാര്യമൊന്നുമില്ല. കാര്യം വെച്ചാൽ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ ഒരു കുറച്ച് സമയം ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കോഴിത്തോരൻ അല്ലെങ്കിൽ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും എല്ലാം പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക കേട്ടോ. ഓക്കേ.
താങ്ക് യു.